ചേട്ടാ ഒരുപാട് സന്തോഷം. എങ്ങനെ വന്നോണ്ട് എനിക്ക് അറിയാം. ഇത് പ്രിയമുള്ളവരെ, നമ്മള് അഞ്ചക്കള്ളക്കോക്കൻ ഇതിന്റെ അതിന്റെ വിജയാഘോഷത്തിന്റെ ഒരു വേദിയിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. സ്വാഗതം പറയുന്നതിന് വേണ്ടി നമ്മുടെ എല്ലാവരുടെയും തൃപ്പൂണിത്തുറക്കാരുടെ പ്രിയപ്പെട്ട മണികണ്ഠനെ ക്ഷണിക്കുന്നു. ഒരുപാട് സന്തോഷം എല്ലാവരും വന്നതിലും. പിന്നെ എൻ്റെ ക്രൂ, ഈ സിനിമയുടെ ക്രൂ, എനിക്കിങ്ങനൊരു എന്താ പറയുക, ഇത് തിരിച്ചുവരവ് തന്നെയാണ്. ഈ തിരിച്ചുവരവ് തന്നാൽ അഞ്ചക്കള്ളക്കോക്കൻ എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ, ചെമ്പോസ്കി പ്രൊഡക്ഷൻ, അതേപോലെ ഉല്ലാസഘട്ടനം സ്വാഗതം, എല്ലാവർക്കും സ്വാഗതം പറയുക. എൻ്റെ എല്ലാ എന്താ പറയുക, വീഴ്ചയിലും ഉയർച്ചയിലൊക്കെ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുന്ന എൻ്റെ ഒരു സഹോദരനായിട്ടുള്ള ഈ പരിപാടിക്ക് ഉണ്ടാവണം എന്ന് ഇത് ആലോചിച്ചപ്പോൾ തന്നെ ആഗ്രഹിക്കുന്ന കാര്യമാണ്. ഏറ്റവും രാമകൃഷ്ണത്തെ ഒരുപാട് സന്തോഷം. ബാക്കി എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തതായിട്ട് എൻ്റെ എല്ലാ സിനിമാ സുഹൃത്തുക്കളും വന്നിട്ടുണ്ട്. തീർച്ചയായിട്ടും സ്നേഹ സിനിമ അങ്ങനെ എല്ലാവരും കാര്യത്തിലേക്ക് കിടക്കാം. പ്രിയമുള്ളവരെ, ഒരു ആദരവാണ് ആദ്യം അർപ്പിക്കാനുള്ളത്. എല്ലാവർക്കും അറിയാം, 2 ദിവസമായിട്ട് നമ്മളെല്ലാവരെയും മാനസികമായിട്ട് ഒരുപാട് വിഷമിപ്പിച്ച ഒരു സംഗതി അതെല്ലാവരും മീഡിയയിലൂടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഞാൻ ആ വിഷയത്തിലേക്ക് കടക്കുന്നില്ല. നൃത്തത്തിന്റെ നിറച്ചാർത്ത് ശ്രീ RLV രാമകൃഷ്ണൻ, നമ്മുടെ പ്രിയപ്പെട്ട കലാഭവൻ മണിച്ചേട്ടന്റെ സഹോദരനാണ്. തൃപ്പൂണിത്തുറ RLVയിൽ നിന്നാണ് അദ്ദേഹം നൃത്തപഠനം പൂർത്തിയാക്കിയത്. നമുക്ക് എല്ലാവർക്കും അഭിമാനമാണ്. തൃപ്പൂണിത്തുറയുടെ പ്രിയ പുത്രൻ തന്നെയാണ് RLV രാമകൃഷ്ണൻ. അദ്ദേഹത്തെ ആർക്കും തളർത്താൻ സാധിക്കില്ല എന്ന് തൃപ്പൂണിത്തുറക്കാർക്ക് വേണ്ടി പ്രഖ്യാപിച്ചുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ ഇവിടെ ആദരിക്കുകയാണ്. എല്ലാവരും അദ്ദേഹത്തെ ആദരിക്കുന്നതിന് വേണ്ടി ഈ ചിത്രത്തിന്റെ സംവിധായകൻ ശ്രീ ഉല്ലാസിനെ ക്ഷണിക്കുന്നു. നല്ല കൈയ്യടി. തീർച്ചയായിട്ടും നമ്മുടെ തൃപ്പൂണിത്തുറയിലെ RLV കോളേജ് നമ്മുടെ പ്രിയപ്പെട്ട ഗാനഗന്ധർവൻ ദാസേട്ടനെ പോലെ മഹാന്മാരായ ഒരുപാട് കലാകാരന്മാർക്ക് ജന്മം നൽകിയ തൃപ്പൂണിത്തുറ RLVയിൽ നിന്ന് തന്നെ വന്ന ഒരു പ്രൊഡക്റ്റാണ് പ്രിയപ്പെട്ട നമ്മുടെ RLV രാമകൃഷ്ണൻ. അദ്ദേഹം 2 വാക്ക് സംസാരിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് അഞ്ചക്കള്ളക്കോക്കൻ എന്ന ചിത്രത്തിൻ്റെ പ്രദർശനം നടക്കുന്ന ഈ സിനിമാശാലയിൽ ഇങ്ങനൊരു ആദരവ് ഒട്ടും പ്രതീക്ഷിച്ചതല്ല. എന്നോടൊന്ന് ഇവിടെ വരെ വരണമെന്ന് പറഞ്ഞു, മോൻ്റെ ബർത്ത്ഡേ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വന്നിട്ട് ഇരിക്കുന്നിടത്തൊക്കെ മണിച്ചേട്ടൻ്റെ കുറേ രൂപങ്ങളാണ് ഇവിടെ ഉള്ളത്. ചേട്ടൻ പോയാലും ചേട്ടൻ്റെ ബാക്കി പത്രങ്ങളായി
ചേട്ടനെ തോന്നിപ്പിക്കുന്ന, നമുക്കറിയാം ഈ കഥാപാത്രം ശരിക്കും എല്ലാവരും കണ്ടെടുക്കുമ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ മണികണ്ഠൻ ഓരോന്ന് ചെയ്തെടുക്കുമ്പോൾ പറയാറുണ്ട്, മണിച്ചേട്ടനെ പോലെ എല്ലാവർക്കും ഫീൽ ചെയ്യുന്നു എന്നൊരു തോന്നൽ. അപ്പോൾ ചേട്ടൻ്റെ അംശാവതാരങ്ങളോടുള്ളപ്പോൾ ഇവരുടെ മുമ്പിൽ എനിക്കൊരു ആദരവ് ലഭിക്കാന്ന് പറയുമ്പോൾ വലിയ സന്തോഷം, നന്ദി പറയുന്നു. അപ്പോൾ ഇതിലേക്ക് പിന്താങ്ങിയ ആൾക്കാരോടൊക്കെ എത്തിയിട്ടുണ്ട്, നിങ്ങളെല്ലാവരും ഉണ്ട്, ഇവരെ കട്ട സപ്പോർട്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെല്ലാവരോടും നന്ദി പറയുന്നു. കാരണം ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങളുടെ ഫാമിലി തമ്മിൽ നല്ലൊരു ബന്ധം. മീൻസ് എന്താ പറയുക, ഇവരുടെ വീട്ടിലും ഒരു നർത്തകനുണ്ട്, മണിച്ചേട്ടൻ്റെ വീട്ടിൽ നർത്തകൻ ഞാനാണ്. അങ്ങനെ ഒരു ബന്ധം ഞങ്ങൾ തമ്മിലുണ്ട്, കലാകാരന്മാരുടെ കുടുംബം. അപ്പോൾ ഈ കറുത്ത മുത്തുകൾ തന്ന ഈ സ്വീകരണത്തിന് വളരെയധികം നന്ദി പറഞ്ഞുകൊണ്ട് ചുരുക്കുന്നു.